പുസ്തകങ്ങൾ പലതരത്തിലുണ്ട്. വായിച്ച് പാടെ മറന്നുപോകുന്ന പുസ്തകങ്ങളുണ്ട്. ഒരിക്കൽ വായിച്ച് ഇതെനിക്ക് വീണ്ടും വായിക്കണമെന്ന് തോന്നി മാറ്റിവയ്ക്കുന്ന പുസ്തകങ്ങളുണ്ട്. എപ്പോൾ കൈനീട്ടിയാലും കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ വളരെ സ്പെഷ്യലായി വായിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. എപ്പോഴും കയ്യിൽ കരുതുന്ന പുസ്തകങ്ങളുണ്ട്. നമുക്കൊക്കെ അങ്ങനെ വളരെ പേഴ്സണലായി ഇഷ്ടപ്പെടുന്ന ചില ബുക്കുകളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങളാണ്. മലയാളികൾക്ക് പ്രത്യേകം ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത എഴുത്തുകാരനും കൃതിയുമാണ് ബെന്യാമിനും ആടുജീവിതവും. ആ മാസ്റ്റർ പീസിന് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന മറ്റൊരു വ്യത്യസ്തമായ നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. നമുക്ക് സുപരിചിതമല്ലാത്തതും രേഖീയ സ്വഭാവമില്ലാത്തതുമായ ഒരു ആഖ്യാന ശൈലിയിലുള്ള നോവലായാണ് ഒറ്റ നോട്ടത്തിൽ മഞ്ഞവെയിൽ മരണങ്ങളെ വിലയിരുത്താനാവുക. സിംഹഭാഗവും അപസർപ്പക സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിലൂടെ പുരോഗമിക്കുന്ന ഈ നോവലിനെ മറ്റു നോവലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത് നോവലിസ്റ്റ് തന്നെ നോവൽ മുഴുവൻ പറഞ്ഞു തീർക്കുന്നില്ല എന്നതാണ്. ഇംപെർഫെക്ഷൻ ഈസ് പെർഫെക്ഷൻ ടു എ ബ്യൂട്ടിഫുൾ പെർസ്പെക്റ്റീവ് എന്ന് പറയാറുള്ളത് പോലെ വായിച്ചു തീരുമ്പോൾ ഒരു പിടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി നിർത്തുകയും ഒട്ടേറെ തുടർചിന്തനങ്ങൾക്കുള്ള ഇടം വായനക്കാർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് ബെന്യാമിൻ. ഒരു നോവലിനുള്ളിലെ നോവലും ഒരു അന്വേഷണത്തിന്റെ ഫലം കണ്ടെത്താനുള്ള മറ്റൊരു അന്വേഷണവുമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. നോവലിലുടനീളം ഈ രണ്ട് ആഖ്യാനങ്ങളിലെയും കഥാപരിസരങ്ങളിലേക്ക് വായനക്കാരൻ മാറി മാറി സഞ്ചരിക്കേണ്ടതുണ്ട്. ബെന്യാമിൻ തന്നെയും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളെയും അവരുടെ സൗഹൃദ കൂടിച്ചേരലായ വ്യാഴച്ചന്തയും ഉൾപ്പെട്ടതാണ് നോവലിലെ ഒരു കഥാപശ്ചാത്തലം. ഇവരെല്ലാം ഇതേ പേരിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരും വ്യാഴാഴ്ചകളിൽ ഒത്തുകൂടുന്നവരുമാണെങ്കിലും നോവലിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം കാൽപ്പനിക കഥാപാത്രങ്ങളാണ്. ഇതൊരു യഥാർത്ഥ സംഭവ കഥയാണോ അല്ലയോ എന്ന് ആദ്യഘട്ടത്തിൽ വേർതിരിച്ചറിയുന്നതിൽ വായനക്കാർക്ക് ഒരു ആശയക്കുഴപ്പം അതുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്. ഉദയം പേരൂരിലെ വലിയേടത്ത് എന്ന ഒരു പുരാതന ക്രിസ്തീയ തറവാട്ടിലേക്ക് ബെന്യാമിനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനിലും ചേർന്ന് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മറിയം സേവയ്ക്ക് എത്തുന്നതോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. സന്ദർശനത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന സന്ദർഭങ്ങളിലേക്കാണ് പിന്നീട് കഥ നീങ്ങുന്നത്. കഥ നടക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവിന്റെ തുടക്കത്തിലാണ്. ഇമെയിലും ഓർക്കുട്ടും വാണിരുന്ന കാലത്ത് നെടുമ്പാശ്ശേരി എഴുതിക്കൊണ്ടിരിക്കെ യാദൃശ്ചികമായി അജ്ഞാതനായ ഒരാളിൽ നിന്നും ഒരു ഇമെയിൽ ലഭിക്കുന്നു. ബെന്യാമിൻ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണെന്നും താനും നല്ലൊരു എഴുത്തുകാരനാവാൻ കൊതിച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നെന്നും തന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, അതിന്റെ ആദ്യ ഭാഗം ഈ മെയിലിനോടൊപ്പം അയക്കുന്നെന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ അയക്കാൻ നിർവാഹമില്ലെന്നും അത് കഥയിലെ പല കഥാപാത്രങ്ങളുടെ അടുത്തായി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ സ്വമേധയാ അന്വേഷിച്ചു കണ്ടെടുക്കാമെന്നുമായിരുന്നു ആ മെയിലിന്റെ ഇതിവൃത്തം. ആദ്യം ഈ മെയിലിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന ബെന്യാമിൻ നെടുമ്പാശ്ശേരി വഴിമുട്ടി നിന്നപ്പോൾ ക്രിസ്റ്റി അന്ത്രപ്പേറിന്റെ കഥയുടെ ആദ്യ ഭാഗം വായിക്കുന്നു. ക്രിസ്റ്റി അന്ത്രപ്പേറിന്റെ ആത്മകഥ സ്വഭാവമുള്ള ഈ ആഖ്യാനത്തിൽ നിന്നാണ് നോവലിനുള്ളിലെ നോവലുണ്ടാകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലെ ഒരു ദ്വീപായ ഡീഗോ ഗാർഷ്യയിലെ പ്രമാണിമാരായ അന്ത്രപ്പേർ തലമുറയിലെ അംഗമാണ് ക്രിസ്റ്റി. ഡീഗോ ഗാർഷ്യയുടെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ക്രിസ്റ്റിയുടെ ഏറ്റവും മുതിർന്ന മുൻഗാമിയായ അവിര അന്ത്രപ്പേറിന്റെ ഡീഗോയുടെ അധികാരിയായുള്ള കുടിയേറ്റവും തുടർന്നുണ്ടായ അധികാര നഷ്ടവും അവിടുത്തെ ക്രൈസ്തവരുടെ ചരിത്രവും ജീവിത രീതികളും വൻകരയോടുള്ള അവിടുത്തുകാരുടെ സ്നേഹവും എല്ലാം ക്രിസ്റ്റിയുടെ ആഖ്യാനത്തിൽ വളരെ പെട്ടെന്ന് വായനക്കാരിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. എഴുത്തൊരു അഭിനിവേശമായി കൊണ്ടു നടന്നിരുന്ന ക്രിസ്റ്റി പിതാക്കന്മാരുടെ പുസ്തകം എന്നാണ് താൻ എഴുതുന്ന ഈ കഥയ്ക്ക് പേരിടാൻ ഉദ്ദേശിച്ചിരുന്നത്. എഴുത്തു നടക്കുന്നതിനിടയിൽ യാദൃശ്ചികമായി ഒരു കൊലപാതകത്തിന് ക്രിസ്റ്റി സാക്ഷിയായി. ആദ്യം അത് ആരെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും വൈകാതെ അത് തന്റെ സഹപാഠി സെന്തിലാണെന്ന് മനസ്സിലായി. പബ്ലിക് സെക്യൂരിറ്റിക്കാർ വന്ന് ക്രിസ്റ്റി നോക്കി നിൽക്കെ തന്നെ ആ മൃതദേഹം നീക്കം ചെയ്തു. ആശുപത്രിയിൽ മൃതദേഹം അന്വേഷിച്ചു ചെന്ന ക്രിസ്റ്റിയെ അങ്ങനൊരു സംഭവമേ ഡീഗോയിൽ നടന്നിട്ടില്ല എന്നുള്ള അവരുടെ വാദം ഞെട്ടിക്കുന്നു. തുടർന്ന് പോലീസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അങ്ങനെയൊരു കൊലപാതകം നടന്നതിന്റെ യാതൊരു സൂചനയും കിട്ടാതായതോടെ താൻ കൺമുന്നിൽ കണ്ട കൊലപാതകം എങ്ങനെ ഇല്ലാതായെന്ന് ക്രിസ്റ്റി ആകുലപ്പെടാനും അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങുന്നു. ഈ മെയിൽ ലഭിച്ച ആദ്യ ഭാഗം
ഇത്രയും പറഞ്ഞു അവസാനിപ്പിച്ചതോടെയാണ് പിന്നീട് ക്രിസ്റ്റിക്ക് എന്ത് സംഭവിച്ചതെന്നറിയാനുള്ള ഉത്കണ്ഠ ബെന്യാമിനെ ഈ വിഷയം വ്യാഴച്ചന്തയിലേക്ക് അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വ്യാഴച്ചന്തയിലെ ചർച്ചയിൽ ബെന്യാമിനും സുഹൃത്തുക്കളും ക്രിസ്റ്റിയുടെ കഥയുമായി വിലയം പ്രാപിക്കുകയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത ഭാഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്റ്റിയുടെയും ക്രിസ്റ്റിയുമായി ബന്ധപ്പെട്ട മെൽവിൻ, അനിത, അൻപ് എന്നിവരുടെയും എല്ലാം ജീവിതങ്ങളിലേക്ക് കഥ വ്യാപിക്കുന്നു. ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റിയുടെ അടുത്ത സുഹൃത്ത് മെൽവിനും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നതോടെ വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്കാണ് കഥയുടെ സ്വഭാവം മാറുന്നത്. ക്രിസ്റ്റിയുടെ കഥയുടെ ഓരോ ഭാഗങ്ങൾ പലരിൽ നിന്നായി കണ്ടുപിടിക്കപ്പെടേണ്ടി വരുമ്പോൾ ഒരു ട്രഷർ ഹണ്ടിന്റെ പ്രതീതിയാണ് വായനക്കാർക്ക് അനുഭവപ്പെടുന്നത്. ബെന്യാമിന്റെയും ക്രിസ്റ്റിയുടെയും അന്വേഷണങ്ങൾ സമാന്തരമായി പുരോഗമിക്കുന്നതോടെ ടീക്കോ ഗാർഷ്യയിലേക്കും ഉദയം പേരൂരിലേക്കും വല്യേടത്ത് തറവാടിലേക്കും മറിയം സേവയിലേക്കും തൈക്കാട്ടമ്മയിലേക്കും ബില്യാർ വട്ടത്തിലേക്കും ഉദയം പേരൂർ സൂനഹദോസ്, കൂനൻ കുരിശ് സത്യം പോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളിലേക്കും കഥ പൂർണ്ണ വളർച്ചയിലെത്തുന്നു. കഥയിലെ പ്രധാനപ്പെട്ട 2 കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള ഡീഗോ ഗാർഷ്യയിലെ അന്ത്രപ്പേർ കുടുംബത്തിന്റെ ഉദയം പേരൂരിലെ ചരിത്ര വേരുകൾ തേടിയുമുള്ള കഥാപാത്രങ്ങളുടെ യാത്രകൾ തന്മയത്വത്തോടെ ബെന്യാമിൻ അവതരിപ്പിക്കുമ്പോൾ വായനക്കാർക്ക് അവസ്മരണീയമായ വായനാനുഭവം അത് സമ്മാനിക്കുന്നു. ഒടുവിൽ നോവലിന്റെ സാധ്യമായ ക്ലൈമാക്സ് വായനക്കാരുടെ ഭാവനയ്ക്കും ഇച്ഛയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ട് ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ പണിതീരാത്ത ഒരു കഥയായി അവസാനിക്കുന്നു. കഥയുടെ പല സന്ദർഭങ്ങളിലുമുള്ള ക്രിസ്റ്റിയുടെ ആത്മകഥകൾ തന്നിലും ഒരു ക്രിസ്റ്റിയുണ്ടെന്നൊരു തോന്നൽ വായനക്കാരിൽ ഉണ്ടാക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റിയുടെ മാനസിക വ്യാപാരങ്ങൾ എനിക്കും ഉണ്ടാവാറുള്ളതാണല്ലോ എന്നൊരു തോന്നൽ അതുണ്ടാക്കുമ്പോൾ ക്രിസ്റ്റിയുടെ അന്വേഷണത്തിന്റെ ഒപ്പം വായനക്കാരെ വിജയകരമായി സഞ്ചരിപ്പിക്കാൻ ബെന്യാമിന് തന്റെ രചനാ നൈപുണ്യം കൊണ്ട് സാധിക്കുന്നു. മറിയം സേവ, വല്യേടത്ത് വീട് മുതലായ പ്രസക്തമായ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള കഥാതന്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ ടി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര വായിച്ചവർക്ക് കോരക്കൊടുപ്പ്, 18-ാം കൂറ്റുകാർ പോലുള്ള ചില സമാനതകൾ കണ്ടെത്താനും കഴിയും. പ്രവാസ ജീവിതങ്ങളിലേക്കുള്ള ചില എത്തിനോക്കലുകൾ ആടുജീവിതം പോലെ ഓർമ്മപ്പെടുത്തുന്നെന്ന പോലെ ഇവിടെയും ബെന്യാമിൻ ചെറുതായി സ്പർശിച്ചു പോകുന്നുണ്ട്. ആടുജീവിതത്തിൽ നജീബായിരുന്നു വായനക്കാരുടെ കൂടെ പോന്നതെങ്കിൽ ഇവിടെ അത് ഒരു കൂട്ടം ആളുകളും അവരുടെ ചരിത്രവുമാണ്. അന്ത്യത്തിൽ അല്പം നിരാശജനകമായി ചില വായനക്കാർക്ക് അനുഭവപ്പെടുമെങ്കിൽ കൂടിയും ഒരുപാട് ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും അനുബന്ധ ചർച്ചകൾക്കും വലിയൊരു സാധ്യത മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും മനോഹരമായി അവശേഷിപ്പിക്കുന്നുണ്ട് ബെന്യാമിൻ. അല്ലെങ്കിലും മനോഹരമായി അവശേഷിപ്പിക്കുന്നുണ്ട് ബെന്യാമിൻ.